ഏതാണ് ഇതണ്ടി എന്റെ ജിമ്മിന്റെ ഒപ്പം? പൊട്ടാ, നിന്റെ അളി എന്തോ സിനിമ എന്ന് പറഞ്ഞ പോലെ ഒരുത്തിനെ കൂടെ കൊണ്ടുവരുന്നിട്ടോ. എഴുതിയില്ലടാ. ബ്രേക്ക്ഫാസ്റ്റ് അവന്റെ അമ്മമ്മയുടെ. എഴുതിയടാ പോത്തെ. അയ്യോ ഞാൻ കൊക്കെ വീണേ. ഏതോടാ? പരലോകത്ത്. എടാ അങ്ങേര് വന്ന് ഏതോ ഒരുത്തിനായിട്ട്. ആര്? നിന്റെ അച്ഛൻ. അച്ഛൻ ഇങ്ങോട്ട് വന്ന നിന്റെ കുഞ്ഞമ്മയ്ക്ക് പേരെടുക്കാൻ. എടാ അങ്ങേര് വന്നത് ജിമിൻ സാറോ? അങ്ങേര് ഏതോ ഒരുത്തിനായിട്ട് ഇറങ്ങി വന്നത്. ഏതൊരുത്തൻ ആർക്കറിയാം. കാണാത്തൊരു ലുക്കുള്ളവനാ. കണ്ടാല് സിനിമാ നടന്മാരെ പോലെയൊക്കെ ഇരിക്കും. അത് ചിലപ്പോ കൂടെ ജോലി ചെയ്യുന്നവന്മാരും എല്ലാം ആയിരിക്കും. പിന്നെ കൂടെ ജോലി ചെയ്യുന്നവൻ തൊട്ടും ഒരുമി ഒമ്മിച്ചുമൊക്കെ അല്ലേ വരുന്നത്. അല്ല ഒമ്മിച്ചില്ല, അത് ഞാൻ വരുന്നത്. എന്തായാലും ഇത് കൂടെ ജോലി ചെയ്യുന്ന ബന്ധമൊന്നുമില്ല. നിങ്ങൾ സമാധാനപ്പെട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ഞാൻ. പിന്നെന്താ? എന്തായാലും എന്റെ മനസ്സമാധാനം പോയി. Hello, Mr. Park. How was your vacation? And this is... Hello, sir. I'm Kim Taeyong, and I heard about a vacancy here in Music Club. യെസ് മിസ്റ്റർ പാർക്ക് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. എന്തിനു സർ? ആവശ്യം ഞങ്ങളുടെ ആയി പോയില്ലേ? ഞങ്ങളുടെ? Yeah, I mean, so I hope Mr. Park know the way to Music Club. Yes, sir, I know, and I have a humble request. Sure, Mr. Park, anything for you. Actually, sir, ഈ കോളേജിൽ നടക്കുന്ന ഇൻസിഡൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ മാനേജ് ചെയ്യും എന്നതിന്റെ ബേസിസിൽ ഞങ്ങളൊരു റിസർച്ച് പേപ്പർ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ആവശ്യത്തിനായിട്ട് ഈ കോളേജിലെ സ്റ്റാഫ്സിന്റെ എല്ലാവരുടെയും ലോഗ് ഡീറ്റെയിൽസും പിന്നെ CCTV ആക്സസും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ആരുടെയും പേഴ്സണൽ ഇൻഫർമേഷൻ വേണ്ട, ജസ്റ്റ് കോളേജ് സ്റ്റാഫിന്റെ ലോഗ് ഡീറ്റെയിൽസ് മാത്രം മതി. അതിനെന്താ, നല്ലൊരു ആവശ്യത്തിന് വേണ്ടിയല്ലേ. ഞാൻ എന്തായാലും അസിസ്റ്റന്റിനെ കൊടുത്തു വിട്ടേക്കാം. നിങ്ങൾ ക്ലാസ്സിലേക്ക് വെക്കും. ഇതാരപ്പ ഇത്രയും നന്നായിട്ട് വായിക്കുന്നത്? ഒന്ന് സൈഡാക്കോ. ഐ നീഡ് ദി സൺറൈസ്. മ്യൂസിക് ക്ലബ് രജിസ്ട്രേഷൻസ് നാളെ തുടങ്ങുള്ളൂ. വഴി തെറ്റിയതാണെങ്കിൽ ടേൺ ലെഫ്റ്റ് ദെൻ സ്ട്രൈറ്റ്. അല്ല ഇത് വഴി പോയപ്പോ വന്നപ്പോ കണ്ട് ഇവിടെ നോക്കി വെറുതെ. എന്താടോ ഹാങ് ആയി പോയോ? എനിവേ, ഐ എം Kim Taeyong, guest lecturer for the music department. And you? Jungkook. What? I mean Jungkook. Cute. Huh? You act cute. Huh? Allah, maybe I... യോഗിച്ച പറ. എടാ നീ അവനെ കണ്ടോ? ആരെ? ജിവിൻ സാറിന്റെ കൂടെ വന്നാനെ? ഇല്ല. ആടാ അവന്റെ പേര് ടേയോങ് എന്നാ. എന്ത് പറഞ്ഞേ? ടേയോങ്. എടാ എങ്കിലും എന്തായിരിക്കും അങ്ങേര് എന്നെ റിജക്ട് ചെയ്തിട്ട് ഇന്ന് അതുപോലെ ഒരുത്തനുമായിട്ട് കയറി വന്നത്?
അങ്ങേരെ കണ്ട ആരാ ഒന്ന് നോക്കാത്തത്? എന്തൊരു ഭംഗിയാ! ആ തിളക്കമുള്ള കണ്ണുകളും സ്ട്രോബെറി പോലത്തെ ചുണ്ടും. നിന്നുണ്ടല്ല അവൻ വർണ്ണിക്കാൻ വന്നേക്കുന്നു. എന്റെ യോങ്കിച്ച ഒന്ന് സമാധാനപ്പെടും. എന്തു വന്നാലും ഞാൻ കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ സാറിനെ കൊണ്ട് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചിട്ട് എനിക്കിനി വിശ്രമമുള്ളൂ. സത്യം 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 സത്യമായിട്ടും. അതെ, കാരണം നിങ്ങൾക്ക് അങ്ങേരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട്. ആരുടെ എവിടെ നോക്കിക്കൊണ്ടാടാ ഇവൻ? ഓ ഐം സോറി, ഫസ്റ്റ് ഡേ ആണ്, അതിൻ്റെ ഒരു ചമ്മൽ. ടൈമല്ലേ? അതെ. ആൻഡ് യു? ഞാൻ ഒരാൾ. ഓക്കെ, ഒരാൾ. നൈസ് ടു മീറ്റ് യു. ഇവനാണോ ജിമിന്റെ ടൈപ്പ്? ഞാൻ പെട്ടല്ലോ. ജിമിന, എനിക്കറിയാം നീ നല്ല വിഷമിക്കുന്നുണ്ടെന്ന്. അപ്പൊ ആദ്യപടി സക്സസ്. അപ്പൊ അവന്മാരെത്തി. പണ്ടേ വെട്ടിമാറ്റേണ്ട പേരുകളാ. സാരല്ല, ഇനിയായാലും വെട്ടിമാറ്റാലോ. അയ്യോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ. വായിച്ചു കഴിഞ്ഞോ? ബ്ലാങ്ക് നോട്ടീസ് ബോർഡ്. സ്റ്റുഡൻസ് ഷുഡ് കം ഗോ. ഇറ്റ്സ് എ ബ്ലാങ്ക് പേപ്പർ. ബ്ലാങ്ക് അല്ല. യുങ്കി, നീ എന്നെ അവോയ്ഡ് ചെയ്യുന്ന കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ ആരെ അവോയ്ഡ് ചെയ്തല്ല, ആ ബോർഡ് കണ്ടങ്ങനെ നിന്നതാ. ഓ റിയലി? ഇപ്പോ ബോർഡുമായിട്ടാണോ ഫ്ലോട്ടിങ്? അതെ, ഇത്ര കൂളായി പറഞ്ഞു. ഐ എം ഇംപ്രസ്ഡ്. എനിക്ക് പറ, എന്തോ അതിൽ എഴുതിയിരിക്കുന്ന? ഞാനും കൂടെ അറിയട്ടെ. സ്റ്റുഡന്റ് നോട്ടീസ് something about a tree. യുങ്കി, ഇറ്റ്സ് എ ബ്ലാങ്ക് ഷീറ്റ്. ആ പേപ്പറിൽ ഒട്ടിച്ചേക്കുന്ന ടേപ്പിന് പോലും അതറിയാം. താൻ എന്തേലും ഒന്ന് പറയടോ. ഞാനെന്ത് പറയാനാ? സാറിപ്പോ ബിസി അല്ലേ? മറ്റു ചിലരുമായിട്ട് കാറിലും മറ്റു പലയിടത്തും. എന്തോ എവിടെയോ കരിയുന്ന മണം. ജലസാണോ? അല്ല, അപ്പൊ ആൾക്കാർ ഒഴിവാക്കി വെറും പേപ്പറിനോട് സംസാരിക്കുന്ന എന്തിനാ? ഓ, ഈ ഭൂമി പറന്ന് താഴോട്ടങ്ങ് പോയാ മതിയെങ്കിൽ തിരിഞ്ഞു നോക്ക്, മുഖത്ത് നോക്കി സംസാരിക്കേ. നീ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴുള്ള നിന്റെ ക്യൂട്ട് എക്സ്പ്രഷൻസ് കാണാൻ എനിക്കിഷ്ടം. പക്ഷേ ഇറ്റ് ഹേർട്സ്. ഡാലിയ, നിന്റെ വിഷമം മുഴുവൻ നൂഡിൽസിനോട് തീർക്കാനാണെങ്കിൽ തന്നേരെ, ഞാൻ കഴിച്ചോളാം. ആദ്യം മുമ്പേ ഇരിക്കണ തിന്ന് തീർക്കടാ. ആഹാരം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ. ഒന്നും മിണ്ടായിരടാ തെണ്ടി. ആത്മാഭിമാനം പണയം വെച്ചിരിക്കുക. അതേത് ബാങ്കിലടാ വെച്ച?
ഇതുപോലെ ഒരു പൊട്ടണ്ണ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ജിമിൻ ടേയോങ്ങിനെ ഡേറ്റ് ചെയ്യണ നിർത്തി പകരം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന അല്ലാതെ വേറെ ഒന്നും എനിക്ക് കേൾക്കണ്ട. അവൻ സാറിനെ പ്രപ്പോസ് ചെയ്തു, റിജക്ഷൻ കിട്ടി. ഇപ്പൊ നിരാശാകാമുകൻ മോഡില. അതിന് അവര് തമ്മിൽ ഡേറ്റ് ചെയ്യണം നിങ്ങളോട് ആര് പറഞ്ഞു? ആര് പറയണം? അത് ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാം. അല്ലാതെ രണ്ട് കൊളീഗ്സ് ഇതുപോലെ നടക്കില്ലല്ലോ. പക്ഷെ ജിമിൻ സാറിന് നിങ്ങളെ ഇഷ്ടമാണ്. എടാ, അങ്ങേരെ ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോ അങ്ങേരെ റിജക്റ്റ് ആണ് ചെയ്തത്. റിജക്റ്റ്. അതാണ് കാര്യം. എന്തോ ചെയ്യുന്ന നാറുന്നുണ്ട്. എന്താ നീ ഉദ്ദേശിച്ച്? അവരൊരുമിച്ചുള്ളതാണോ? അല്ല, അവര് ഒരുമിച്ച് എന്തോ ഹൈഡ് ചെയ്യുന്നുണ്ട്. അവരെന്തായാലും കപ്പിൾസ് അല്ല. കാരണം അവർ നടക്കുന്ന രീതിയും പെരുമാറുന്ന രീതിയും ഒക്കെ കണ്ടാൽ തന്നെ എന്തോ ഒരു അപാകത. അപ്പൊ സാറെന്നെ റിജക്ട് ചെയ്തത് ആർക്കും വേണ്ടിയല്ല, എന്തോ കാരണം കൊണ്ടാണ്. അത് തന്നെ, ഞാൻ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എടാ, എന്റെ മൂക്കടഞ്ഞിരിക്കുമെന്നാ തോന്നണേ. എനിക്ക് നാറ്റമൊന്നും അടിക്കുന്നില്ല. എന്ത് നാറ്റം? അതുകൊള്ള നീയല്ലേ പറഞ്ഞ എന്തോ ചീന് നാറുന്നു. എവിടുന്ന് കിട്ടിയെന്ന് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ഓക്കെ, സോ ഐ എം ഒഫീഷ്യലി അനൗൺസിങ് ഓപ്പറേഷൻ മേക്ക് ജിമിൻ സാർ കൺഫസ്. അപ്പൊ നീ ഓൾറെഡി അതിനുള്ള പണി തുടങ്ങിയോ? അതില്ല, ബട്ട് ഐ വിൽ. എല്ലാം കഴിഞ്ഞ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്ന് വിളി വരാതിരുന്നാ മതി. ഉണ്ടാ കോക്കി മോനെ, അബദ്ധമൊന്നും കാണിക്കല്ലേ? ഇല്ല യുങ്കിച്ച, അങ്ങേരെ കൊണ്ട് നിങ്ങളെ ഇഷ്ടമാണെന്ന് മാത്രമേ പറയിപ്പിക്കുള്ളൂ. കുക്കി വേണ്ട, കുക്കി വേണം. യുങ്കിച്ച, ജിമിൻ സാറിന് നിങ്ങളെ ഇഷ്ടമാണ്. അത് അങ്ങേര് നോക്കുന്ന ഓരോ നോട്ടത്തിലും കാണാനുണ്ട്. സോ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് വോക്കൽസ് എങ്ങനെ ഇമോഷൻസിലൂടെ എക്സ്പ്രസ് ചെയ്യാം എന്നത് പഠിക്കാം. ഓക്കെ? സാറിന്റെ ഒരു ചിരിയിൽ എന്റെ ഹാർട്ട് ബീറ്റ് അങ്ങ് നിന്ന് പോവുക. എന്തൊരു സൗണ്ടാ അത്! തേനും വെൽവെറ്റും ചേർന്ന് കലർന്നത് പോലെ. സ്വീറ്റ് സത്യം, സാറിന് വേണ്ടി ഒന്നുകൂടെ ജനിച്ചു വരാൻ തോന്നുക. ഇവിടെമാർക്ക് വേറെ പണിയൊന്നുമില്ല. എന്ത് കാണാൻ കൊള്ളാന്നുള്ള ഏതായാലും ഒരുത്തം വന്നാൽ മതി. അപ്പം അടഞ്ഞ് ഒളിപ്പിച്ചോണ്ട് ചെന്നോളൂ. ഇത് ക്ലാസ് ആണോ അതോ ഫോട്ടോഷൂട്ട് നടക്കുന്ന സ്ഥലമാണ്? ഇവരെന്തിനാണ് അവരെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു? അതൊരു സാറ് സ്റ്റുഡൻറ്റിനെ നോക്കി ചിരിക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് വെറും ഒരു ശബ്ദമല്ല, അതൊരു ഫീലിങ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, എന്താ ഇങ്ങനെ? Just calm down. It's just his mind, nothing else. Calm down. ചെങ്കിനെ കാണാൻ എന്ത് ക്യൂട്ട്. ഒന്നിങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കൊണ്ട്. Jungkook, is everything okay there? Yes, yeah, okay. I think maybe okay. Then probably. എന്താണോ താൻ വീണ്ടും വെക്കുവാണല്ലോ? എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ ഉണ്ടോ? ഇല്ല സർ, പെട്ടെന്ന് ചോദ്യം കേട്ടപ്പോ. ഓക്കെ, ഡോണ്ട് ഫീൽ സ്ട്രെസ്, കാമായിട്ടിരിക്കുക. ഞാൻ തൻ്റെ മുഖം കണ്ടപ്പോൾ എന്തോ വിഷമമുള്ളത് പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. കാമായിട്ടിരിക്കുക കേട്ടോ. കുറച്ച് നേരം കൂടെ വന്നിരുന്നേ എൻ്റെ കാറ്റ് പോയാന്. ഓക്കെ ക്ലാസ്, സോ മ്യൂസിക് expresses emotions, sometimes even the emotions we don't understand. For example, when a feeling is too strong, words may break, but that itself is music. നീ ആ സൈഡ് നോക്ക്, ഞാൻ ഈ സൈഡ് നോക്കാം. ഓക്കെ, ഒരൊറ്റ സത്യം, അതാണ് അവളെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പക്ഷേ അതെല്ലാത്തിൻ്റെ അവസാനമാവുമെന്ന് അവൾ പോലും കരുതി കാണില്ല. ജിമിന, ഇപ്പം നീ തളരരുത്. എന്ത് വില കൊടുത്തും നമ്മളതിന് പകരം വീട്ടിയിരിക്കും. ഈ കോളേജിൽ ഒരു കാരണമില്ലാതെ ഒരുപാട് ട്രാൻസ്ഫേഴ്സ് പെട്ടെന്നായിരുന്നു, അപ്രത്യക്ഷമായിട്ട്.
ആരോ എന്തോ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ. ജിമിന, ഇതൊന്ന് നോക്കിയേ. ഇതുപോലൊരിടത്ത് ഇങ്ങനൊരു ഫയൽ ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ വെച്ചവൻ അറിയാം സത്യം പുറത്തു വന്ന് എല്ലാം അവസാനിക്കും. അവളെല്ലാം ആർക്കോ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. മേ ബി ആ ആളാകാം അവളുടെ മരണത്തിന് കാരണം. ഇതാ ഇതിലൊരു സിഗ്നേച്ചർ ഉണ്ട്, ഹെച്ച്, പ്രൊഫസർ ഹെച്ച്. ബാക്കിയെല്ലാം മങ്ങിപ്പോയി. ഹെച്ച് എന്ന ആദ്യ അക്ഷരം വരുന്ന പ്രൊഫസർ, അതാണ് നമ്മൾ അന്വേഷിക്കുന്ന ആള്. സോ വി ആർ ടു ക്ലോസ്. ജിമിൻ, ലുക്ക്, USB ഡ്രൈവ്. സ്റ്റാഫ് റൂം കമ്പ്യൂട്ടറിൽ വെക്കേണ്ട സാധനം ഇത്രയും ഒളിപ്പിച്ചു വെക്കണമെങ്കിൽ ദർ ഈസ് സംതിങ് ഹിഡൻ. മേ ബി സ്റ്റുഡൻസിന്റെ കംപ്ലൈൻസിന്റെ കോപ്പി ആകാം. അതല്ല എങ്കിൽ ടെമിന്റെ ലാസ്റ്റ് റെക്കോർഡിംഗ്. അവൾ ഇതെല്ലാം ചെയ്തത് സത്യം പുറത്തു കൊണ്ടുവരാനാ. ഷീ ഡൈഡ് ഫോർ ദിസ്. അവൾ തുടങ്ങി വെച്ചത് നമ്മൾ അവസാനിപ്പിക്കും. USB ഇപ്പൊ തന്നെ ഞാൻ ഫോറൻസിക് ലാബിലേക്ക് അയക്കാം. ഇന്ന് രാത്രി ആ CCTVയിൽ എന്താ ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. പ്രൊഫസർ ഹെച്ച്, whoever you are, we are right behind you. നിനക്ക് ഉറപ്പല്ലേ സെക്യൂരിറ്റി ഭാഗത്തോട്ട് വരില്ല എന്നുള്ളത്? ഡാം ഷുവർ. അങ്ങേരൊരു ക്രിക്കറ്റ് ഭ്രാന്തന. കളി തീരുന്നവരെ അവിടെ നനങ്ങില്ല. ടെമിൻ മരിച്ച ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് CCTV വിഷ്വൽസ് ഡൗൺലോഡ് ചെയ്യും. ഞാൻ ആരും വരുന്നിട്ട് നോക്കാം. ജിമിന, ഇതിലെ മോസ്റ്റ് ഓഫ് ദ ഫയൽസും ഡിലീറ്റഡ് ആണ്. അതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം. ഡോറിൻ്റെ അടുത്ത് ആരോ ഉണ്ട്. ആരായാലും വരാൻ പറ. ഐ നീഡ് 10 more seconds. Done. Let's go. Hurry up. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കണ്ടുപോയി എന്നുള്ള അവസ്ഥയായല്ലേ യോങ്കിച്ച. ശവത്തെ കുത്താതടാ തിണ്ടി. മോനെ കൂക്കി, നീ ചിരിച്ചോ? എനിക്കൊരു ദിവസം വരും അന്ന് ഞാനും ഇതുപോലെ വാരും. ഓ പിന്നെ എന്താണ് നട്ടപ്പാതിരാക്കി വിക്രമാദിത്യനും വേദാളം കൂടെ ഒരു ചർച്ച? ജീനി കൊച്ചിത് കേക്കണം. അപ്പാപ്പന് കോളേജിൽ ഒരു നീ എന്തിനാണ് എന്റെ കൊച്ചിനെ നോക്കി കണ്ടുവിട്ടണ? നമ്മളെ ഈ പ്രായം കഴിഞ്ഞൊക്കെ തന്നെയാണ് വന്നേ, അല്ലയോ ജീനി കൊച്ച്? പിള്ളേരെ ഉപയോഗിച്ച് കൊഞ്ചല്ലേ? പിന്നെ പാലോടി മാറാത്ത പിള്ളേരല്ലേ ഇപ്പോഴത്തെ മക്കളൊക്കെ. ജനിക്കുമ്പോഴേ PhD ഇതിലൊക്കെ. അത് പിന്നെ തന്ത വേടി ചാടിയ മക്കൾ അറ്റ്ലീസ്റ്റ് മതിലെങ്കിലും ചാടണ്ടേ? കിട്ടിയോ? ഇല്ല, ചോദിച്ചു മേടിച്ചു. ജിനി, എനിക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് കിടക്കാം.